ഹലോ, സുമിയുടെ വൈദ്യുതിനടുത്ത് ഭയങ്കര കരച്ചിൽ. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. ശരി ഞാൻ ഇപ്പൊ വരാം. വൈഫിന് സുഖമില്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വീട് വരെ പോയിട്ട് വരാം. നീ ജോലി ചെയ്യുന്ന പൈസ മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ട് കളയാന്നല്ലോ. എന്തായാലും പെട്ടെന്ന് ഇല്ല. സാർ, എന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് വേദന സഹിക്കാൻ പോയി. പെട്ടെന്ന് നോക്കാവോ? പേഷ്യന്റ് ഞാനിപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചെക്ക് ചെയ്തിട്ട്. സാറേ, ഇപ്പം കൊണ്ടുവന്ന പേഷ്യൻ്റ് എന്താ വേണം? താനിപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻ്റെ എക്സ്റേ എടുത്തത്. ശരി സാർ. സാറേ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പറ്റി? സാറേ, പേഷ്യൻ്റ് എക്സ്റേയിൽ വയറ്റിൽ ചെറിയൊരു കത്രിക ഉള്ളതായിട്ട് കാണിക്കുന്നു. എടോ, അതിന് നമുക്കെന്താ? അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സർജറിക്കുള്ള പ്രൊസീജിയർ ചെയ്യും. സാറേ, അത് അങ്ങനെയല്ല. കേസ് ഷീറ്റ് നോക്കിയായിരുന്നു. 5 കൊല്ലം മുമ്പ് ഇവിടെ തന്നെ സർജറി ചെയ്ത കേസാണ്. താനിപ്പോൾ ആരും പറയാനും നിൽക്കണ്ട. താൻ ആ പേഷ്യൻ്റ് അനസ്തേഷ്യ കൊടുക്കാൻ നോക്കും. സാറേ, അത് ഓൾറെഡി ബൈസാറിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്തു. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. മെഡിക്കൽ ഫീൽഡിൽ ഇത്രയും വലിയൊരു വീഴ്ച ഉണ്ടായിട്ട് താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ മീഡിയക്കാർ കാര്യം മനസ്സിലാക്കണം. അന്ന് ആ കോവിഡ് സമയത്ത്, അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് അന്ന് നടന്ന സർജറിയാണ്. അന്ന് ആ ഡോക്ടറെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിക്കാണ്. അതിപ്പോൾ നിങ്ങളൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സാർ, ഒരു ജീവന്റെ കാര്യമല്ലേ? സാറിന് നിസ്സാരമായിട്ട് കണ്ടാലോ? മിസ്റ്റർ, ഇത് 5 അല്ല 50 കൊല്ലം വയറ്റിൽ കിടന്ന ജീവനൊന്നും ആപത്ത് വരാൻ പോകുന്നില്ല. സാർ, ഒരു തെറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഇതൊരു നിസ്സാര സംഭവമാണ്. നിങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇതൊരു വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശരി, ഓക്കെ. സാർ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. സാർ, ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന് ഇത്രയും വലിയൊരു വീഴ്ച ഉണ്ടായിട്ട് താങ്കൾ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നത്? ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഇങ്ങനൊരു തെറ്റ് പറ്റിയത് ഇപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞാൽ അവരെ കുറ്റമല്ല, പിന്നെ ഞങ്ങളെ കുറ്റമാണ്. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. 5 കൊല്ലം എൻ്റെ വൈഫ് ആ വേദന സഹിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങളിത് ആശുപത്രിയിൽ പോയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റി. സാർ, നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണോ സാറിന്റെ തീരുമാനം? ന്യായത്തിന് വേണ്ടി സമരം നടത്താനോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി നിരാഹാരം കിടക്കാനോ പറ്റത്തില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനൊരു വാടക വീട്ടിലാണ് കിടക്കുന്നത്. എൻ്റെ കുടുംബത്തിനുണ്ടായ ദുരനുഭവം ഇനിയൊരു കുടുംബത്തിനുണ്ടാകും. അതിനുവേണ്ടി ഇവിടുത്തെ നീതിപീഠവും വേണ്ട നടപടിയെടുക്കും.